നിരവധി സ്റ്റേഷനുകൾ. വയസ്സായ ഞാൻ എന്നോട്ട് പോകാൻ വന്നതാ നീ അതെനിക്ക് മഞ്ചാടി കൂട്ടി പോവാൻ അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊക്കെ നടത്തണം, അല്ലെങ്കിൽ റോഡ് ഒഴിച്ചിട്ട് നടക്കണം. സമരം ചെയ്യണൊക്കെ ചെയ്യണം. ഞാനിവിടെ സമരത്തിന്റെ മുന്നിൽ വന്നാൽ നിങ്ങൾ അനീതി കാണിക്കുന്നത്. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഈ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി. ഞാൻ പക്ഷെ ഈ വീഡിയോ എടുത്ത് സംസാരിക്കണമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ഈ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് സമരം, ഞാൻ എങ്ങനെ പോകും, എന്റെ വഴി എന്തിനു തടസ്സം ചെയ്യുന്നു. അമ്മ ചോദിച്ച ഈ 3 ചോദ്യങ്ങൾക്കും അവർക്ക് മറുപടിയില്ല. സമരം ചെയ്യുന്നവരറിയണ്ടേ എന്തിനാ സമരം എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. രാവിലെ പറഞ്ഞു സമരം കൊണ്ട് വരണം, അപ്പൊ ആ സമരത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ പാർട്ടിയിലെ ഇമേജ് തകരും. ഇത്രയേ ഉള്ളൂ കാര്യം. ആ അമ്മ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ പൊതുജനം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ ജോലിക്ക് പോകുന്നവർക്കും കുടുംബം നോക്കുന്നവർക്കും ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നാലും അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കുടുംബം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു ജോലിക്കും പോകാത്തവര് ഇങ്ങനെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതമാണ് സ്തംഭിച്ചു പോകുന്നത്. പക്ഷെ ആ അമ്മ ചോദിച്ച ചോദ്യം ഇവിടുത്തെ പൊതുജനം ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു, എന്താണ് കാര്യം, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്താണ്? ആ ചോദ്യങ്ങൾക്ക് അവിടെ നിൽക്കുന്നത് മറുപടി തരാൻ പറ്റിയില്ല. അതിലും വലിയ കോമഡി, ആ അമ്മ വരുന്നതിന് മുമ്പ് അവിടെ ഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന നേതാവായിരിക്കുമല്ലോ പ്രസംഗിക്കുന്നത്, അദ്ദേഹത്തിന് പോലും അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എന്തുമാത്രം ഫ്ലോപ്പാണ് ആ സമരം എന്നുള്ളത്. ഞാനിവിടെ ഒരിക്കലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് പറയുമല്ല, ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ അമ്മയുടെ മാനസികാവസ്ഥയും വികാരവുമാണ് രാവിലെ എണീച്ച് പണിക്ക് പോയി കുടുംബം നോക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. അത് ഇവർക്ക് അറിയത്തില്ല, കാരണം പണിക്ക് പോയി കുടുംബം നോക്കുന്നവർക്കത് മനസ്സിലാവും. കേരളത്തിൽ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. കേരളത്തിൽ സമരങ്ങളുടെ ഒന്നും ആവശ്യങ്ങളില്ല. ഇവിടെ സംരംഭങ്ങളാണ് വേണ്ടുന്നത്. പിള്ളേർക്ക് തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യും. ചുമ്മാ ഈ ആവശ്യമില്ലാത്ത അവർ ചോഞ്ഞു മാന്തി പിച്ചി അവർക്ക് ഇത് കൊടുക്കുന്നില്ല, അവർക്ക് അത് കൊടുക്കുന്നില്ല, എന്തിന്, എന്ത് കാര്യം? ഒരു പ്രയോജനമില്ലാത്ത സമരങ്ങൾ ബാൻ ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ, ഇപ്പൊ ഈ പ്രായമായ ഒരു അമ്മയടക്കം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. സമരത്തെ ഇപ്പൊ പുച്ഛത്തോടെ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ. സത്യമാണ്, അവര് പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഞാൻ എങ്ങനെ പോകും, നിങ്ങൾ എങ്ങനെ വഴി തടഞ്ഞത് എങ്ങനെ പോകും? ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാം, അതിന്റെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുക, അല്ലാതെ ഷോ ഓഫ് കാണിച്ച് സമരങ്ങൾ ചെയ്യാതിരിക്കുക. ഇത് പറയുമ്പോൾ പലർക്കും കുരു പൊട്ടാം. ഒരു സമരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ അമ്മയുടെ വികാരമാണ് എനിക്കും. എന്തിനാണ് നിങ്ങൾ ഈ സമരങ്ങളൊക്കെ ചെയ്തിട്ട്? ഒരു ഓട്ടവാശമുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും പാർട്ടിയുടെ കൊടി നോക്കേണ്ട ആവശ്യമില്ല.